ഞാൻ ബ്രൈഡ്സിനും ബ്രൈഡ്സ്മെയ്ഡ്സിനായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. നമുക്ക് മാരേജിന് ബ്ലൗസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിച്ചിങ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ മാക്സിമം നമ്മൾ എന്താ പറയുക സാരി കൂടി കൊണ്ടുപോകാൻ നോക്കാം. കാരണം ഇപ്പോൾ സാരിയിലെ ചില ബുട്ടാസോ അല്ലെ ഡിസൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ അതിനനുസരിച്ച് ആരി വർക്ക് അങ്ങനെ ചെയ്ത് ബ്ലൗസ് മെറ്റീരിയലിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുകൂടാതെ നമുക്ക് എന്താ പറയുക ഇപ്പോൾ കൂടുതൽ ഡിസൈൻ ട്രൈ ചെയ്യണം, വേറെ എന്തെങ്കിലും ഡിസൈൻ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ വന്നിട്ട് നമുക്ക് സാരിക്ക് മാച്ച് ആയിട്ട് പ്ലെയിൻ സിൽക്ക് മെറ്റീരിയൽ അങ്ങനെ എടുത്തിട്ട് അതിൽ വർക്ക് കാര്യങ്ങൾ ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, പക്ഷെ നല്ലതായിരിക്കും. പിന്നീട് ഇത് കാരണം ഇപ്പോൾ ആരി വർക്ക് അങ്ങനെ കൂടുതൽ ചെയ്ത ബ്ലൗസുകൾ നമ്മൾ എന്താ പറയുക എപ്പോഴും ഇടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ആ സാരി റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ നമ്മുടെ ബിഗ് ഡേയിൽ ഒരു വേറെ പ്ലെയിൻ സിൽക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ആരി വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് ആ ബ്ലൗസ് മെറ്റീരിയൽ തനിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സാരി പിന്നീട് നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷൻസിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ ആരി വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പം നമ്മൾ സ്ലീവിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും വെർട്ടിക്കൽ ലൈൻസ് പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈസ് കുറച്ച് കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൂടാതെ നെക്കിൻ്റെ ഡിസൈൻ ആണെങ്കിലും വൈഡായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബസ് സൈസും കുറഞ്ഞ പോലെ കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ആരി വർക്ക് ഇപ്പോൾ ബോർഡറിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ സ്ലീവിൻ്റെ തടി കുറച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിന്നായിട്ടുള്ള ബോർഡർ കൊടുക്കാൻ പറ്റും. അതായത് 0.5 to 0.75 ഇഞ്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തടി തോന്നിക്കില്ല. ഇനി നെക്കിൻ്റെ ഇവിടെ അതുപോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തടി തോന്നിക്കില്ല. ഇനി കൂടുതൽ ആരി വർക്കാണ് ഇഷ്ടം, എനിക്ക് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരി വർക്ക് ചെറിയ ബുട്ടാസ് പോലെ കൊടുക്കാം, ഇല്ലേ വെർട്ടിക്കൽ ലൈൻസ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തടി തോന്നിക്കില്ല. ഇനി നേരെ മറിച്ച് തടി തോന്നിക്കണമെന്നുള്ളവരാണെങ്കിൽ നമുക്ക് ആ ബോർഡർ ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ പോവാവുന്നതാണ്. പിന്നെ അതുപോലെ സ്ലീവിന്റെ ലെങ്ത് ആണെങ്കിലും ഈ എൽബോന്ന് ഒരു ഇഞ്ചിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൈ തടി തോന്നിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ നല്ല ഹെവി വർക്ക് കൊടുത്താലും കുഴപ്പമില്ല. നെക്കിന്റെ ഡിസൈൻ പിന്നെ ബാക്കിലേക്ക് നമുക്ക് ക്ലോസ്ഡ് ആയി വെച്ചിട്ട് ബൈ ചെയ്താലും നല്ലതായിരിക്കും. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ലൈൻസിന് പകരം അവർക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് വോള്യൂം തോന്നിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.